അതിനേക്കാളിലൊക്കെ വലുത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അവൻ്റെ മുന്നിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അവനത് നല്ലത് എന്ന് പറയണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വായിലിരിക്കുന്ന കേൾക്കാതിരിക്കുക, എങ്ങനെയെങ്കിലും ബ്രോ കൃത്യമായിട്ട് എൻ്റെ മുമ്പിലും മമ്മൂക്കയല്ലേ ഇരിക്കുന്നേ, 2 ടേക്കും കൂടെ പോയാലും അവനങ്ങനെ ആരുമില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ഹിമാലയത്തിൽ ഇരുന്നിട്ട് ഇവിടെ റിപ്പോർട്ട് എങ്ങനെയുണ്ട് പടം അടിപൊളിയാണെന്ന് പറഞ്ഞു. എന്നാ മലയിറങ്ങാം, അപ്പോഴാണ് ഇറങ്ങി വന്നത്. നിങ്ങൾ ശരിക്കും പറയേണ്ട കാര്യം തന്നെ ഇല്ല. മിസ്റ്റർ മമ്മൂട്ടി ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണല്ലോ പേരറിയാം. പിന്നെ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ പോലെ ഞാനത് ഫീൽ ചെയ്തത്. ഫഹദ് ഈസ് ടോട്ടലി 100% ഡയറക്ടേഴ്സ് ആക്ടർ. സൗബി ഒട്ടും മോശമല്ല. കാരണം വെച്ചാൽ സൗബിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് പല ആസ്പെക്റ്റിലുള്ള ഓപ്ഷൻസ് കിട്ടും. ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ വ്യത്യാസങ്ങൾ. സൗബി ഭയങ്കര മൈന്യൂട്ടായിട്ട് പറയും. You tell your plan to God and God will laugh. That's the biggest joke എന്ന് പറഞ്ഞു. ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഡെസ്റ്റിനി വിശ്വസിക്കുന്ന കാര്യം, സ്റ്റാർഡം കംസ് വിത്ത് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതിപ്പോൾ ഇത് തെലുങ്ക് അവിടെയൊക്കെ കണ്ടില്ല. അപ്പം തുടക്കകാലത്ത് സിദ്ധാർത്ഥ് ഭരതൻ വലിയൊരു ടീച്ചറാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ലെസൺ എന്തായിരിക്കും? ഒരുപാട്. അപ്പം അഭിരാമേട്ട, ഒരു ആക്ടർ എന്ന നിലയിൽ ഏറ്റവും വലിയ ഹൈ എന്ന് സാലറി മാത്രം മതി. സോ എനി ടൈം യു ക്യാൻ പെർഫോം. ദാറ്റ്സ് ആൻഡ് എവറിബഡി ലൈക്സ് ഇറ്റ്. പീപ്പിൾ ലൈക്ക് ഇറ്റ്. ഒരു സീൻ കറക്റ്റ് അല്ല എന്ന് തോന്നി, പക്ഷേ എങ്കിലും അത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടുണ്ട്. ഒരുപാട്. എനിക്ക് ഉണ്ടയിലെ ആ കഥാപാത്രം, ആ പോലീസ് വേഷത്തിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ആള് കുറേ നാളായിട്ടുള്ളിൽ കൊണ്ടുനടക്കുന്ന കുറച്ച് പരിപാടികളുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ലൈക്ക് അതെല്ലാം ബ്രേക്ക് ഓഫ് ആവുന്ന ഒരു ബ്ലാസ്റ്റിൽ ആ സീൻ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അറിഞ്ഞിരുന്നപ്പോൾ അല്ലെങ്കിൽ അത് കേട്ടിരുന്നപ്പോൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടെന്നൊക്കെ ഉള്ള നേരത്തെ ഒരു ബോധമുണ്ടായിരുന്നു. അതിനേക്കാളിലൊക്കെ വലുത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അവൻ്റെ മുന്നിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അവനത് നല്ലത് എന്ന് പറയണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വായിലിരിക്കുന്ന കേൾക്കാതിരിക്കുക, എങ്ങനെയെങ്കിലും നന്നായിട്ട് ചെയ്യുക. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അവൻ അപമാനിക്കുന്നത് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ആ സിനിമയിൽ എനിക്കുണ്ടായിട്ടുള്ളൂ. കാരണം പലപ്പോഴും നമ്മളത് അവനത് ഉറക്കെ പറയും. ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഖാലിദ് ബ്രോ കൃത്യമായിട്ട് എൻ്റെ മുമ്പിലും മമ്മൂക്കയല്ലേ ഇരിക്കുന്നേ, 2 ടേക്കും കൂടെ പോയാലും അവനങ്ങനെ ആരുമില്ല. അപ്പോൾ അത് ആ സിനിമയിൽ അതായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അവനും ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. കാരണം അത്രയും ട്രാവൽ ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് അത് ഒരുപാട് ടൈം എടുത്തു. ഒരു 6 months എടുത്ത്. ഐ മീൻ 6 months ഷൂട്ട് ചെയ്തില്ല, ഒരു 80 ദിവസം ഷൂട്ട് ചെയ്തെങ്കിൽ ആ 80 എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ ചെതറിക്കിടക്കുക. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നമ്മുടെ ആദ്യത്തെ പടമാണ്, മമ്മൂക്കയുടെ സിനിമയാണ്, എന്തായാലും ഇത് മുടങ്ങിപ്പോവില്ല. അങ്ങനത്തെ ഒരു ആ ഒരു വിശ്വാസമില്ല. അത് നമുക്ക് എന്തായാലും അറിയാം. ആക്ച്വലി പരിപാടി ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷേ ഇത് മമ്മൂക്കയുടെ പടമാണ്, മുടങ്ങിപ്പോവില്ല. സ്വാഭാവികമായിട്ടും ആ പടം ഇറങ്ങുന്ന അതിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലില്ല, ഞാൻ ഹിമാചലിലാണ്. എൻ്റെ പരിപാടി ഞാൻ മാത്രമല്ല, ഞാനും മഷറും അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ ഹിമാലയത്തിൽ പോയി. നമ്മുടെ ഒരു പ്ലാനായിരുന്നു ഹിമാലയത്തിൽ പോകാന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അവിടെ ഹിമാലയത്തിൽ ഇരുന്നിട്ട് ഇവിടെ റിപ്പോർട്ട് എങ്ങനെയുണ്ട് പടം അടിപൊളിയാണെന്ന് പറഞ്ഞു. എന്നാ മലയിറങ്ങാം, അപ്പോഴാണ് ഇറങ്ങി വന്നത്. നിങ്ങൾ ശരിക്കും ഹൈക്കിങ്ങിന് പോയത്? ഞങ്ങൾ ഹൈക്കിംഗ് ഒന്നും അല്ല, ഞങ്ങളവിടെ കസോളിൽ പരിപാടിയായിട്ട് പോയതാ. അല്ല, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്തതാണ് ഹിമാലയ പരിപാടി. പ്രണവ് മോഹൻലാലിന്റെ മുന്നേ തുടങ്ങിയതായി പരിപാടി നിങ്ങൾ? എനിക്കത് എപ്പോഴും തുടങ്ങിയതല്ല, ഞാൻ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നതായിരുന്നു. എല്ലാ വർഷവും പോകുമായിരുന്നു. ആക്ച്വലി ഈ പറഞ്ഞതുപോലെ കോവിഡിന് ശേഷമാണ് ചവിട്ടിയത്. പിന്നെ ആ അതിൻ്റെ മൊത്തത്തിൽ ആ ബാലൻസ് തകർന്നു. നമുക്ക് ആ ഒരു എക്സ്ട്രാ നമുക്ക് പോകാനുള്ള പൈസ, അങ്ങനത്തെ ചെറിയ ബഡ്ജറ്റിലൊക്കെ തകർന്നു. എങ്ങനെ, റോഡ് ട്രിപ്പാണോ അതോ?
ഞാൻ വല്ല ഞങ്ങൾ കോളേജൊക്കെ പഠിക്കുന്ന ബറോഡയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഡൽഹി വരെ ട്രെയിനിന് പോകും, അവിടുന്ന് ബസ്. ഇപ്പം പിന്നെ ഇവിടുന്ന് ട്രെയിനിന് പോയാലോ ഞാൻ ഫ്ലൈറ്റ് തന്നെ എടുക്കാറ്. അല്ലെങ്കിൽ പക്ഷേ 48 മണിക്കൂർ ഞാൻ ഇരുന്നിട്ടുണ്ട് പണ്ടൊക്കെ. അറിയാലോ കോളേജ് ടൈമിനൊക്കെ നമ്മൾ 40-48 മണിക്കൂറും ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഇനി അതിനുള്ള ഇട വരുത്തരുതേ എന്നുള്ള. ആ ട്രെയിനിലിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് ജനലിൽ നോക്കുമല്ലോ ഫ്ലൈറ്റ് പോകുന്നത്, അവിടെ എത്താന്നുള്ള. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നോക്കുന്നുണ്ടാവുന്നത് പിന്നെ തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. ബട്ട് അതർവൈസ് അങ്ങനെ എനിക്കങ്ങനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക് പാക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് പോയാൽ ഓക്കെ, അടിപൊളി. ഐ ലവ് ടു ട്രാവൽ. ഓക്കെ. അപ്പോൾ ഈ ഹിമാലയത്തിൽ അല്ലെങ്കിൽ കസോളിൽ നിൽക്കുന്ന സമയത്ത് ഈ കോള് വരികയാണ്, ഓക്കേടാ പടം പൊളിച്ചു ഇറങ്ങി വാ എന്ന് പറഞ്ഞു. രാത്രിയിലെ റഹ്മാൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. രാത്രി അപ്പോൾ 12-1 മണിക്കങ്ങനെ പിന്നെ അവിടെ എല്ലാവരും ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്നാൽ കഴിക്കുമ്പോൾ റഹ്മാൻ്റെ കോൾ ചെയ്ത് ഞാൻ എന്താണോ രാത്രി വിളിക്കണം. ഞാൻ ഫോൺ എടുത്ത് എന്താ അളിയനെ വിളിച്ച നമ്പർ മാറിപ്പോയി, ടെൻഷൻ വേറെ എന്തോ ആയത്. വേറെ ആരെ വിളിച്ചപ്പോൾ എൻ്റെ നമ്പർ അറിയാതെ വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ രാവിലെ വിളിച്ച് വെച്ചപ്പോൾ പടം ഫസ്റ്റ് ഉച്ച ആകുമ്പോഴേക്കും പടം റിപ്പോർട്ട് ഓക്കെയാണെന്ന്. അപ്പോൾ ഞാനും മഷറും പറഞ്ഞു പടം വർക്കാണുള്ള ഹിറ്റാണുള്ള. പക്ഷേ മഷർ വെച്ച് എന്തുണ്ട് വെച്ചിട്ടാ ഞാൻ ഒന്ന് പോയാലോ എന്നാൽ നാട്ടിലേക്ക്. ഓക്കെ ഇറങ്ങാന്ന് പറഞ്ഞു. ഇറങ്ങി ഞങ്ങൾ ഡൽഹി എത്തി. ഡൽഹിയിൽ PVR ഡൽഹിയിൽ എവിടെ കയറിയിട്ട് പടം കണ്ട് കണ്ട്. അപ്പോൾ പടം കണ്ടിട്ട് നമ്മൾ ബാക്ക് പാക്കുമായിട്ട് പോയി പടം കണ്ട് ഇറങ്ങുമ്പോൾ കുറച്ച് മലയാളികൾ ഇവിടെ തിരിച്ചറിഞ്ഞ് എന്നെ. അപ്പോൾ അതായത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അങ്ങനെ ഒരു കാരണം ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് ഡൽഹിയിലെ ആൾക്കാരൊക്കെ ഇത് ആരാന്ന് നോക്കൂലേ, എന്താണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനൊക്കെ എൻ്റെ കൂടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും ഇവന്. അപ്പോൾ അതാണ് ആദ്യത്തെ അനുഭവം. എനിക്ക് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ സാധനമല്ലേ അത് കിട്ടുന്നത്. അപ്പോൾ ഉണ്ട അതായിരുന്നു. പിന്നെ പ്ലസ് ഉണ്ടയുടെ ഒരിക്കലും പറയേണ്ട കാര്യം തന്നെ ഇല്ല, മിസ്റ്റർ മമ്മൂട്ടി. ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണല്ലോ. ലൈക്ക് അതായത് ടു ബി നോൺ ബൈ ഹിം. അദ്ദേഹത്തിന് അറിയാം, എൻ്റെ പേരറിയാം, പിന്നെ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ പോലെ. അതായത് അത്രയും നമ്മൾ എല്ലാവരും ഇവരൊക്കെ ആരാധിക്കുന്നതാണല്ലോ. ഇവരുടെയൊക്കെ എനിക്കതൊക്കെ ആരാകട്ടെ നമുക്ക് സിനിമയിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും, ഇപ്പോൾ ബി ചേട്ടനാണെങ്കിലും ജോയ് ചേട്ടനാണെങ്കിലും ചാക്കോച്ചൻ, ദുൽഖർ, സുരാജേട്ടൻ, ഇതൊക്കെ വളരെ അടുത്ത് നമ്മൾ എടാ അനിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ പെരുമാറുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് ബന്ധമാണെങ്കിൽ ഈ മറ്റേ സാധനം കൂടുതൽ കിടക്കുന്നുണ്ട്. ആ സ്റ്റാറിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ആരാധന കൂടുതൽ കിടക്കുന്നുണ്ട് അവരടുത്തൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഇവരടുത്തൊക്കെ. അവരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഓക്കെ, അടിപൊളി. അതുവരെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായുള്ള രീതിയിലായിരുന്നു എനിക്ക് തോന്നുന്നു ആസാദിയിലെ ക്യാരക്ടർ. ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കടം വാങ്ങിക്കുന്നൊക്കെ സീനുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ദാരിദ്ര്യം. അപ്പം ആ ഒരു ആർക്ക് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് എങ്ങനെയായിരുന്നു? ചേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് നിങ്ങൾ പറയണ നമ്മളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രപ്പൊക്കെ എടുക്കുന്ന ആളല്ല. പ്രപ്പ് എന്നല്ല, നമ്മൾ ആ സംസാരിക്കുമ്പോഴാണല്ലോ കിട്ടുക. അപ്പം ഡയറക്ടർ നമ്മുടെ അടുത്ത് ആസാദിൻ്റെ ഡയറക്ടർ ജോ എൻ്റെ അടുത്ത് ചേട്ടാ ഇത് ചേട്ടാ പറ്റിരിക്കുക അത് അതിൻ്റെ ഒരു പരിസരം നമുക്ക് പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ മാറുന്നതായിരിക്കാം. ഇപ്പോൾ പൈസ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരുടെയും ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അവസ്ഥ. അപ്പോൾ അത് അങ്ങനത്തെ അവസ്ഥയാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി അങ്ങനെ ആവുമായിരിക്കും. അറിയാൻ പാടില്ല. ആസാദിയിലെ കാര്യത്തിൽ ചില അങ്ങനത്തെ ഒരു വാർഡ് ദരിദ്രന്മാരാണല്ലോ അവിടെ. ആ ഒരു ജനറൽ വാർഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേറെ റൂമിൽ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നതിൻ്റെ സ്ഥലത്ത് സാമ്പത്തികമായി ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ. അപ്പോൾ കോസ്റ്റ്യൂമും എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഒരു മുഷിഞ്ഞ ഷർട്ടും മുണ്ടും ഒരു ഷാബിയായിട്ടുള്ള ലുക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡർ കിടത്തുമൊക്കെ അല്ലേ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു അറ്റയറിലോട്ട് വരുമ്പോഴേക്ക് തന്നെ അത് ദാരിദ്ര്യം വരും. ദാരിദ്ര്യം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ട് കുറവാണെന്ന് തോന്നുന്നു. റിച്ച് ആക്കണമെങ്കിലൊക്കെ ആയിരിക്കും ദേഷ്യപ്പെടുക, അത് നമുക്ക് അറിയാത്തതുകൊണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ മാനറിസംസ് ഒക്കെ പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ട്. ഏതെങ്കിലും റെഫറൻസ് പോലെ എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടോ? അതോ ഇല്ല, ഞാൻ പരമാവധി ഡയറക്ടർ പറയണത് പോലെ റെഫറൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി ഇപ്പോൾ ഒരു സ്കെച്ച് തരുമ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളുകളെ ആയിരിക്കും ആദ്യം നമുക്ക് ഒരു പെട്ടെന്നൊരു ഗ്ലിംസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആസാദിയിൽ ഉള്ള ഒരു ക്യാരക്ടറിനെ ഒന്നും എനിക്ക് കണ്ടതായിട്ട് അങ്ങനത്തെ ഒരാളെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല. ഇപ്പോൾ ഭാര്യയെ
പ്രസവിക്കാൻ കിടക്കുന്നത്. അപ്പോൾ പൈസ ഇവർ ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അയാളുടെ മാനറിസം നോക്കാനല്ല, അയാളെ എങ്ങനെയെങ്കിലും സഹായിക്കാനായിരിക്കുമല്ലോ നമ്മൾ നോക്കുക. അങ്ങനത്തെ അപ്പോൾ അത്തരത്തിലുള്ള ഡാർക്ക് ഇല്ല നമുക്ക്. ദുഃഖങ്ങൾ കണ്ടിട്ട് അത് കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദുഃഖം ഉണ്ടെങ്കിൽ അത് സഹായിക്കാനല്ലേ നോക്കുക. അപ്പോൾ സാഗർ അതിൻ്റെ റൈറ്റർ, ജോ അതിൻ്റെ ഡയറക്ടർ, ഇവർ രണ്ടുപേരും ആ ക്യാരക്ടറിനെ അവരുടെ അനുഭവം വട്ടവർ എനിക്കറിയാൻ പാടില്ല, അവരത് എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ അനുഭവമായിരിക്കും. അപ്പോൾ അവർക്കത് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് എൻ്റെ അടുത്ത്. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മാറ്റർ. അവർ ആ സിനിമ തീരുന്നവരെ എന്നോട് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അവർ വിചാരിച്ച രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ കാര്യത്തിൽ എനിക്കൊരു വിഷമമുള്ളത് ആ സിനിമ അധികം ജനങ്ങൾ കണ്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ വിധിയുണ്ട്. അപ്പോൾ അതങ്ങനെ ആക്കുന്നു. എന്തായാലും സിനിമ ആരും മായ്ച്ചു കളയാനൊന്നും പോകില്ല, അതവിടെ ഇരിക്കുമല്ലോ, എപ്പോഴെങ്കിലും എടുത്തിട്ട് കാണാം. മുമ്പൊരിക്കൽ ഐ വാണ്ട് ടു ബിക്കം ലൈക്ക് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവിൽ ഷാരൂഖിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് പരിപാടികൾ, ആ പ്രോസസ്സ് ഭയങ്കര അല്ല അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ആകാൻ പറ്റില്ല. ഇല്ല അങ്ങനെ പറഞ്ഞു ഷാനിന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ആസ് എൻ അസോസിയേറ്റ് ഡയറക്ടർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുൾ എന്ന് പറഞ്ഞ സിനിമയിൽ. അതെ, അത് ഷാനിന്റെ കൂടെ. പിന്നെ പാച്ചോ അത്ഭുത വിളക്കിലും കുറച്ച് സീനുകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മുന്നേയും എനിക്ക് ഈ പറഞ്ഞ പോലെ ചാപ്പാക്കുരിശ്, ആ സമയത്ത് ചാപ്പാക്കുരിശ് റിലീസായതിനു ശേഷമുള്ള ആ ഒരു ടൈമിലാണല്ലോ ഞാൻ ഈ പറഞ്ഞ എറണാകുളത്തേക്ക് വരുന്നതും ഈ സൗഹൃദ സംഘത്തിലേക്ക് വരുന്നതും. അപ്പോൾ അവിടെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഷാനു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷാനുവിനെ മുന്നേ അറിയാം. അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ അഭിമാനകരമാണ്, വളരെ ഇൻസ്പയറിംഗ് ആണ്. ഫാഫ ചില സീനുകളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ചില കാര്യങ്ങളിടും. അപ്പം അത് ഭയങ്കരമായിട്ട് ഇത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാമെന്നുണ്ട്, ടോട്ടലി വേറെ സാധനം കാണിച്ചു തരാനുള്ള കഴിവുണ്ട്. പറയാം നമുക്ക് ഇതല്ല വേറൊരു സാധനം കാണിച്ചു തരാറുണ്ട്, ചിലപ്പം വേറെ എന്നായിരിക്കില്ല, സെയിം ആയിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, അദ്ദേഹത്തിന് അത് വേറെ രീതിയിൽ ഇത് ചെയ്യാൻ അറിയാം. ബിക്കോസ് അത്രയും വെറൈറ്റീസ് ഓഫ്, അതാണ് വെർസറ്റൈലിറ്റി എന്ന് പറയുന്നത്. വെർസറ്റൈലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിനകത്ത് യു ചൂസ് വാട്ട് യു വോണ്ട്. സോ ഞാൻ ഫീൽ ചെയ്തത് ഫഹദ് ഈസ് ടോട്ടലി 100% ഡയറക്ടേഴ്സ് ആക്ടർ. കാരണം ഡയറക്ടറിന് എന്താ എനിക്കങ്ങനെ തോന്നിയത്, ലൈക്ക് ഹീ ഗിവ്സ് ഓപ്ഷൻസ്, പിന്നെ യു ചൂസ്. ആദ്യത്തെ എടുത്തോ, രണ്ടാമത്തെ ഓക്കെ, രണ്ടും തന്നല്ല. ഓക്കെ, അത് അങ്ങനെ വർക്ക് ചെയ്യുക, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി, പഠിച്ചു. അതൊക്കെ ഞാൻ നമ്മൾ ആസ് എൻ ആക്ടർ കൂടെ ആണല്ലോ, ലൈക്ക് വേറൊരു ആക്ടർ എങ്ങനെയാണ് അതിനെ ആ പ്രോസസ്സിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഫഹദ് ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും, എനിക്കങ്ങനെ തോന്നിയുണ്ട്. ഈവൻ സൗബിൻ ഒട്ടും മോശമല്ല. കാരണം വെച്ചാൽ സൗബിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് പല ആസ്പെക്റ്റിലുള്ള ഓപ്ഷൻസ് കിട്ടും. ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും, ഒരു നോട്ടത്തിൻ്റെ ഈ നോട്ടത്തിൻ്റെയും മറ്റേ നോട്ടത്തിൻ്റെയും വ്യത്യാസങ്ങൾ സൗബി ഭയങ്കര മൈന്യൂട്ടായിട്ട് പറയും. ശരിക്കും ഒരുപാട് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള ചെയ്യപ്പെടാനുള്ള ആക്ടറാണ് സൗബിയൊക്കെ. അത് നമുക്ക് നേരിട്ട് സിനിമയിലല്ല, നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ സൗബി കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അതൊക്കെ ഇനിയും ഫിലിം മേക്കറിനെ നമ്മളൊക്കെ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിപ്പോ വരും, അതിന്റെ പണികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണോ? സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് അതിപ്പോ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ നമ്മളെ പോവാന്നാണ് അങ്ങനെ തന്നെ കാണുന്നില്ല. അതിന് അത് എപ്പോഴാണെന്ന് അറിയില്ല, പക്ഷെ സൗബി എന്തായാലും ഉറപ്പായിട്ട് ഉടനെ ഉണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. നമ്മളെല്ലാവരും മീറ്റിംഗ് ആണ് ഓൾറെഡി. ഈ സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലത്ത് എല്ലാവർക്കും കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കുമല്ലോ. അപ്പം അഭിരാം ചേട്ടൻ്റെ ലൈഫിൽ അങ്ങനെ സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിരുന്നോ? ലൈക്ക് അപ്പം ഈ കൂടെ ഉണ്ടായിരുന്ന ഈ സൗഹൃദങ്ങൾ തന്നെയായിരുന്നു അന്നും കൂടെ ഉണ്ടായിരുന്നത്? സ്ട്രഗിള് എപ്പോഴും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, പിന്നെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം. കാരണം പല ആൾക്കാരും പറയുന്നൊരു പോയിൻ്റാണ്, ഞാനത് വളരെ ആപ്തവാക്യമായിട്ട് എടുക്കുന്നത്. കാരണം വെച്ചാൽ സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യുക, പിടിച്ചു നിൽക്കുക എന്നുള്ളത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷനും ഒരുപാട് ആൾക്കാരും ഒരുപാട് പ്രവണതകളുമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരിക്കലും റിലാക്സ് ഇനിയെല്ലാമായി എന്ന് ആരും വിചാരിക്കുന്നുണ്ടാവില്ല. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഒരാൾ പോലും ഇനി എല്ലാം ആയല്ലോ, ഇനി ഒരു പണിയെടുക്കണ്ട, കുറച്ച് ദിവസം വീട്ടിലിരിക്കാമെന്ന്
ഒരാളും വിചാരിക്കൂല. കാരണം അനുദിനം പണിയെടുത്താലേ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് അതിനെ റീപ്ലേസ് ചെയ്യും. കാരണം ആർട്ടിസ്റ്റ് ആർ എണ്ണമില്ല, എണ്ണമില്ലാത്ത നക്ഷത്രങ്ങളെക്കാളും കലാകാരന്മാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഏത് ഭാഗത്തു നിന്നും എപ്പോഴും വേണമെങ്കിലും ഇത് തുറന്ന വാതിലാണ്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളേ ഉണ്ടാവുള്ളൂ. പണ്ട് ചെറിയ 500 രൂപയുടെ കടമുള്ളത് ഇപ്പം 5 ലക്ഷത്തിൻ്റെ കടമായിരിക്കും. പക്ഷെ ബേസിക്കലി അടിസ്ഥാനപരമായി ആ പ്രോസസ്സില്ലേ, ആ കൊടുക്കൽ വാങ്ങൽ, അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനമില്ലല്ലോ. ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല സ്ട്രഗിൾ ആണെന്ന്. ബിക്കോസ് എന്താണ് സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നു ശരിക്കും ആവേണ്ടിയിരുന്നത് അതാവാതിരിക്കുന്നതാണ് സ്ട്രഗിൾ. പക്ഷേ ഞാനങ്ങനെ ഒന്നും ആലോചിക്കുന്നുമില്ല ആവാൻ, അതിലേക്ക് അങ്ങനെ യാതൊരു ഇതുമില്ല. ഞാനത് അങ്ങനെ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, ശരിക്കും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പോൾ അന്ന് വരാമെന്ന് 6 മണിക്ക് വരാമെന്ന് പറഞ്ഞു, വൈകുന്നേരം അയാൾ വിളിച്ച് പറഞ്ഞു അയാൾ അങ്ങോട്ട് പോകേണ്ടി വന്നില്ലേ, കോഴിക്കോട് പോകേണ്ടി വന്നില്ലേ, ഒന്നും തീരുമാനിച്ചിട്ട് കാര്യമില്ല. അമീർ ഖാൻ പറഞ്ഞ പോലെ യു ടെൽ യുവർ പ്ലാൻ ടു ഗോഡ് ആൻഡ് ഗോഡ് വിൽ ലവ്, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ജോക്ക് എന്ന് പറഞ്ഞു. അതാണ്. സോ സ്ട്രഗിൾ ഐ ഡോണ്ട് സീ അങ്ങനെ ഒരു ആംഗിളിൽ ഞാൻ കാണുന്നില്ല. പിന്നെ സിനിമയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം സിനിമയിൽ എത്രത്തോളം അധ്വാനം ആത്മസമർപ്പണമൊക്കെ ഉണ്ടെങ്കിലേ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഡെസ്റ്റിനി വിശ്വസിക്കേണ്ട കാര്യമില്ല. അതാണ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ, ആ വാക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത് സംഭവിക്കും, വരാനുള്ളത് വഴി തങ്ങൂല, അതല്ലേ ഡെസ്റ്റിനി. അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരേണ്ടത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ട് ഒക്കെ അല്ലേ ബ്രോ? അങ്ങനെയൊന്നുമില്ല. ആരും എഴുതി വെക്കാതെ തിരക്കഥ എഴുതിയ ആക്ടർ ഒന്നുമല്ല. നമ്മളെപ്പോഴും എർത്തിനെ ഒരു കോസ്മോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് പലതും ഉണ്ട്. ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ ഓക്കെ, ബട്ട് യു ആക്ച്വലി ലിവ് ദ വേ ദ കോസ്മിക് ടെൽസ് യു ടു ലിവ്, അല്ലേ? രാത്രി ഉറങ്ങണം, രാവിലെ എഴുന്നേക്കണം എന്ന് കോസ്മിക് ആണ്, ഒരു കോസ്മിക് നിയമമാണത്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ കോസ്മിക് നിയമങ്ങളെ ഫോളോ ചെയ്തിട്ട് പോവുക. ഡു നോട്ട് ചാലഞ്ച് നേച്ചറിനെ നശിപ്പിക്കരുത്, ഉള്ളത് കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഭാവി, ഭൂതം, വർത്തമാനം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും. എനിക്ക് മറ്റ് ആൾക്കാരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പറയണത് എല്ലാം ശരിയാവും, അല്ലേ? നേരത്തെ എന്ന് വെച്ചാൽ എല്ലാം ശരിയാവും, ദൈവം എല്ലാം രക്ഷിക്കും, അത് വിശ്വാസം. അത് വേണ്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വിശ്വാസം എനിക്കുണ്ട്, എല്ലാം ശരിയാവും. എല്ലാം ശരി. ഓക്കെ. ഇപ്പം അഭിരാമേട്ടൻ എന്നൊരു സംവിധായകൻ നാളെ ഒരു സിനിമ എടുക്കുകയാണ്. അപ്പോൾ സിനിമ എടുക്കുന്ന സമയത്ത് ഒരു പൂർണ്ണമായിട്ടും ഒരു കലാകാരനെ ആയിരിക്കും അവിടെ കാസ്റ്റ് ചെയ്യുന്നത്, അതോ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ ആയിരിക്കും അവിടെ കാസ്റ്റ് ചെയ്യുന്നത്? അങ്ങനൊരു കോൺഫ്ലിക്റ്റ് അവിടെ വരും? എന്നോട് ചോദിക്കേണ്ട കാര്യം, നമ്മളൊരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല. ഭാവിയിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ കഥ അനുയോജ്യമായ ഒരാളും, കാരണം എത്ര മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് അനുയോജ്യമല്ലാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് പരിചയമുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാൻ കണ്ടത് ആരും അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയയിൽ സിനിമ ചെയ്തതായിട്ട് എനിക്കറിയില്ല. കഥാപാത്രത്തിന് മാച്ച് ആവണം, അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് വെച്ചത് മറ്റൊരാളെ കൊണ്ട് പെട്ടെന്ന് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അതിനതിൻ്റെതായ പോരായ്മകളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നമുക്കത് സാറ്റിസ്ഫാക്ഷൻ തരില്ലെങ്കിൽ പിന്നെ അവർ ചെയ്യത്തില്ലല്ലോ. അപ്പം ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് സിനിമ ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റുള്ള ഒരാളെ മനസ്സിൽ കണ്ടിട്ട് അയാൾക്ക് വേണ്ടി ഒരു കഥ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. നമ്മളിപ്പോൾ ആ ഒരു വ്യവസായത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിലേക്കുള്ള ചുവടുവെപ്പുകളിലാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ തുറന്ന് പറയുന്നില്ല, കാരണം സിനിമ ആയതുകൊണ്ടും മറ്റൊരവസരത്തിൽ അത് പറയാം. പക്ഷേ അത് മാർക്കറ്റ് നോക്കിയിട്ടല്ല മാത്രം പറയാൻ. ഇത് തമ്മിലൊരു വലിയ കോറിലേഷൻ ഉണ്ടെന്ന് തോന്നാറുണ്ട്. ഒരു കലാകാരനാണെങ്കിൽ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു സാധനമാണ് ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഫാൻസ് എന്നൊക്കെ പറയുന്നൊരു സംഭവം. അപ്പം ഇത് തമ്മിൽ പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നൊക്കെ തോന്നാറുണ്ടോ? അത് ആർക്ക്? ഡയറക്ടേഴ്സിന്, പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്? പേഴ്സണലി എനിക്ക് അങ്ങനെ ചില ഇത് എൻജോയ് ചെയ്യുന്ന അത്രയും തന്നെ അതിൻ്റെ ഡിസ്റ്റർബൻസും ഉണ്ടാവുന്നുണ്ടാവും. നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് അറിയുന്ന ആൾക്കാരുടെ അനുഭവത്തിൽ നിന്ന്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൈവസി ബ്രീച്ചും അതുപോലത്തെ നമ്മുടെ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒക്കെ
ആ സ്റ്റാർഡത്തിന് അനുഭവിക്കേണ്ടി വരും. ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റിയും വേറെയാണ്. ഐ മീൻ സൊസൈറ്റിയിൽ നോർമൽ ഒരാളുടെ, നോർമൽ ഉദ്ദേശിക്കണം ബാക്കിയുള്ള അബ്നോർമലാണെന്നല്ല, പക്ഷേ ഒരു ലേമാൻ, ഒരു ഗവൺമെൻറ് എംപ്ലോയി, or another taxi driver or a rickshaw driver, anyone for that matter, any job profile people, സമൂഹത്തിനോട് കാണിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഒരു പടിയും കൂടെ കൂടുതൽ ഉത്തരവാദിത്വം സെലിബ്രിറ്റീസിനും സ്റ്റാറുകൾക്കും, ഐ മീൻ കോൾഡ് സ്റ്റാർസിന് ഉണ്ട്. കാരണം അത് നിങ്ങൾ കണ്ടതാണ് റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു സ്റ്റാർ ഇറങ്ങി വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ആ സ്റ്റാറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു തുറന്ന അധ്യായമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ അങ്ങനെ ആരും സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കരുത്. സ്റ്റാർഡം കംസ് വിത്ത് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതിപ്പോൾ തെലുങ്ക് അവിടെയൊക്കെ കാണുന്നില്ലേ, തമിഴിലാണ് അവിടെയൊക്കെയുള്ള ഒരു ഫാൻസ് എന്ന് പറയുന്നത് എന്ത് ലെവലാണ്, ഏത് സാധനമാണ്. അപ്പോൾ സ്റ്റാർസ് അവരടുത്ത് തിരിച്ചു കൊടുക്കുന്നത് എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ബോംബെയിൽ മന്നത്തിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ തങ്ങിക്കൂടി നിൽക്കുന്നതേ ബാൻഡ് സ്റ്റാൻഡിൽ, അവിടെ വന്നിട്ട് ഇദ്ദേഹം അതിൻ്റെ ഒരു പരിപാടി ലൈക്ക് ഞാൻ ആലോചിച്ചായിരുന്നു, ലൈക്ക് ഒരു ഒറ്റ മനുഷ്യനല്ലേ, ബട്ട് ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അത് അയാൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അയാളുടെ ജീവിതം, അത് അയാളിപ്പോൾ എനാക്ട് ചെയ്യുന്നു എന്ന് മാത്രമുണ്ട്. സോ എപ്പോഴും സ്റ്റാർഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഗുഡ് സ്റ്റാർസ് ആർ ദോസ് ഹു ആർ വെരി ഗുഡ് ടു പീപ്പിൾ. അല്ലേ, അല്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ല അല്ലേ. നിങ്ങളൊക്കെ 2 തെറി വിളിച്ചാലും 4 പേരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറണം, എന്നാലേ നിങ്ങൾക്ക് ആരാധനയും അതൊക്കെ ഉണ്ടാവുള്ളൂ. ആരാധന കംസ് വിത്ത് മാർക്കറ്റ്, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം. സോ ഇറ്റ്സ് ഓൾ ഇന്റർ റിലേറ്റഡ്. ഇപ്പോൾ ജോണി ഡെപ്പിനൊക്കെ പോലുള്ള ആക്ടേഴ്സ് ഇല്ലേ, എവിടെയും പോകില്ല, പാർട്ടിക്ക് പോകില്ല, പടം കഴിയുന്നു, എവിടെ ദ്വീപ് പോയിട്ട് അവൻ്റെ റിസോർട്ടിൽ പോയിരുന്നു, പടം പോലും കാണാറില്ല. അതെ, അവരും ഉണ്ടല്ലോ. സോ പീപ്പിൾ ലൈക്ക് ദാറ്റ്, ആൻഡ് ഐ ലുക്ക് അപ്പ് ടു സ്റ്റാർസ്. ഞാൻ രജനീകാന്തിനെയും കമൽഹാസനെയൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ മഞ്ഞുമലിൻ്റെ സമയത്ത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ അവരെ. വൈ ദേ ആർ കോൾഡ് സ്റ്റാർ, അവർ വരുമ്പോൾ തന്നെ ഉണ്ട് ഒരു ഓറ, അതുണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് സ്റ്റാർ. അപ്പോൾ സ്റ്റാർസ് ആർ അമേസിങ്. സ്റ്റാറിലേക്കൊക്കെ വളർന്ന് അല്ലെങ്കിൽ വളരണം എന്ന് തോന്നി എന്ത് വളരെ ഉറപ്പായിട്ടില്ല, കാരണം അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആൾക്കാർ റെക്കഗ്നൈസ്ഡ് ആ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു പരിഗണനയുണ്ട്. ലൈക്ക് യു ഗോ ടു എൻ എയർപോർട്ട് ഓർ മേ ബി വേറെ ഒരു പ്രിവിലേജ് ഉണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അതെന്താണെന്ന് വെച്ചാൽ കലയോടുള്ള ഒരു അപ്രിസിയേഷനായിട്ട് ഞാൻ കാണണം. അത് മറ്റു ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ റിലാക്സേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമായിരിക്കും സിനിമയൊക്കെ. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരോട് അവർക്കുണ്ടാകുന്ന ഒരു സ്നേഹമാണ്. അത് നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് പറയുകയോ അതിനിതാക്കുകയോ ചെയ്യരുത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ ആൾക്കാർ അവരെ തന്നെ മറന്നു പോകുന്നുള്ള രീതിയിൽ ആവുകയെന്ന് അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ ആവാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ആയിട്ടുമുണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല, അങ്ങനെ വിചാരിക്കാം. ഓക്കെ. അപ്പം തുടക്കകാലത്ത് സിദ്ധാർത്ഥ് ഭരതൻ വലിയൊരു ടീച്ചറാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ലെസൺ എന്തായിരിക്കും? ഒരുപാട്. അങ്ങനെ ഏറ്റവും വലുത് അല്ല, സിനിമയെ അടിസ്ഥാനപരമായി ബേസിക്കലി A to Z സിനിമയുടെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ചന്ദ്രേട്ടനോടിയ എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴാണ്. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ നമ്മളുണ്ട്. അപ്പോൾ ആദ്യം സിദ്ധുഭായി ഈ കഥയാണ് കൊണ്ടുവരുന്നത്. അതായത് മീനത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ എച്ചിക്കാനത്തിൻ്റെ മാതൃക വായിച്ചപ്പോൾ വന്ന കഥ. അപ്പോൾ സിദ്ധുഭായിക്ക് മലയാളം വായിക്കാൻ ആ സമയത്ത് അറിയാം. ഇപ്പം കുറേ പഠിച്ചിരുന്നു. പുള്ളി ചെന്നൈയിലാണല്ലോ സ്കൂളൊക്കെ ഉണ്ടായത്, മദ്രാസിലായതുകൊണ്ട് മലയാളം അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ആ കഥ വായിച്ചു കൊടുക്കുന്നു, കഥ മനസ്സിലാക്കുന്നു. സിദ്ധുഭായി പറഞ്ഞു നമ്മളിത് സിനിമ ചെയ്യാൻ പോവാണ്, ദിലീപേട്ടൻ നായകനായിട്ട്. അടിപൊളി. അപ്പോൾ പിന്നെ ചിക്കാനം അതിൻ്റെ തിരക്കഥ എഴുതി തുടങ്ങി. അപ്പോൾ ഒരു റൗണ്ട് എഴുതിയിട്ട് ചിക്കാനം വന്നപ്പോൾ ആ തിരക്കഥ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ വായിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ സമീർ ഭായും ഷൈജു ഭായും സിദ്ധു ഭായി എച്ചിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം എച്ചിക്കാനം വായിച്ച പിന്നൊക്കെ ഞാനത് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് നടക്കുന്നു. അപ്പോൾ സമീർ ഭായി ഷൈജു ഭായിക്ക് ഈ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ട് തന്നെ ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് എഡിറ്റിങ് നടക്കുക. അപ്പോൾ ഓരോ വായിച്ചിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മുന്നേ എന്താ വായിച്ചാൽ അവിടെയും ഇവിടെയും പറഞ്ഞത് ഒരേ മാറ്റർ അല്ലേ, അപ്പോൾ പിന്നെ ഇത് വേണ്ടല്ലോ, സ്ക്രിപ്റ്റ് എഡിറ്റിങ് നടക്കുന്നു. അങ്ങനെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഷൂട്ട് ആരംഭിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് ടേബിളിൽ വരുന്നു. അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിപ്പോർട്ട് എഴുതിയിട്ട് ഞാൻ എഡിറ്ററിൻ്റെ കൂടെ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നു, എഡിറ്റ് ചെയ്ത് ഇത് ഡബിന് പോകുന്നു. ഡബിന് പോകുന്ന സമയത്ത് ആ സമയത്ത് ഭാഗ്യവശാലെന്ന് പറയാൻ പറ്റില്ല, കാരണം സിദ്ധുബായിക്ക് 2 കണ്ണിനും കൺജങ്ക്റ്റിവൈറ്റീസ് വന്നു. അത് സിദ്ധുബായി കുറച്ച് ദിവസം റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനാണ് ഡബിന് പോണത്. ഭാഗ്യമായതല്ല, ഞാൻ ദിലീപേട്ടനൊക്കെ ഡബ് ചെയ്യാൻ വരുമ്പോൾ ഞാനും ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സാന്റിയാഗോ, ജോർജ് ഏട്ടൻ ഞാനും കൂടിയിട്ടാണ് ദിലീപേട്ടൻ്റെ ഡബ് ചെയ്യണത്. പിന്നെ അതിൻ്റെ സൗണ്ട് മിക്സിങ്, അതിൻ്റെ എഫക്ട്സ് ഇടുന്നത് എല്ലാം നേരിട്ട് അവസാനം റിലീസ് വരെ നേരിട്ട് കണ്ടതിൻ്റെ ഭാഗം പാസിംഗ് സീൻ്റെ ഡബ്ബാര് ചെയ്തു, ഞാൻ തന്നെ ഞാൻ തന്നെ. അപ്പോൾ അതെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സോ സിദ്ധുബായി ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെറിയൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് പറ്റിയപ്പോൾ സിദ്ധുബായി ചീത്ത വിളിച്ചു. അപ്പോൾ അതൊക്കെ പാഠമാണ്, കാരണം ആസ് എ അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ കണ്ടിന്യൂറ്റി തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ സിദ്ധുബായിൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ ഇയാളെന്താ എന്നെ ചീത്ത വിളിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ട് അതായത് ഒരു ഡയറക്ടർ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അടുത്ത് പറയുന്നത് എന്നുള്ള ഒരു സാധനം, അവനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് എന്നെ കൃത്യമായി പഠിപ്പിച്ചു തന്നത് സിദ്ധാർത്ഥ ഭരതൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആശാനാണ്. അപ്പോൾ ഇവരെല്ലാവരും സമീർ ഭായി, ഷൈജു ഭായി, ഇവരൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് പടത്തിൻ്റെ ആൾക്കാരാണല്ലോ നമ്മളെ മീനാശാന്മാർ. അപ്പോൾ മീനാശാന്മാർ അവരാണ്. സിദ്ധുഭായിട്ട് ഇപ്പോഴും നല്ല ഇതിനാണ്, കാരണം നമ്മളിപ്പോഴും കാണുമ്പോൾ പല കഥകളൊക്കെ സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമുള്ള പടങ്ങൾ, കണ്ട പടങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ സിദ്ധുഭായിയും കൂടിയിട്ട് ഒരു സ്ക്രിപ്റ്റ്, സിദ്ധുഭായിക്ക് വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് മുന്നേ, പക്ഷേ അത് സിനിമയായിട്ടില്ല ഇതുവരെ, എന്തെങ്കിലും ആവുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഓക്കെ, അടിപൊളി. അപ്പം അഭിരാമേട്ട, ഒരു ആക്ടർ എന്ന നിലയിൽ ഏറ്റവും വലിയ ഹൈ എന്നാണ്? സാലറി. അത് ഭയങ്കര ഹൈ അല്ലേ, മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതലല്ലേ. ഞാൻ വിചാരിച്ചു ദൈവമേ, ഓക്കെ ഇപ്പം തത്വചിന്തകനെയൊക്കെ പോലെ ഒക്കെ അല്ല, കലയാണ്, നല്ല സിനിമകൾ, ആർട്ട് ഫിലിം. ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലതുണ്ടല്ലോ, ഇപ്പോൾ സ്റ്റേജ്, തിയേറ്റർ ഒക്കെ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം. അപ്പോൾ ഞാൻ മറ്റേ തമാശ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ലഹരി ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. മറ്റേ ഞാൻ ആ ടെക്സ്റ്റ് മൊത്തമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ പറഞ്ഞത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ ഇതിനകത്ത് നമ്മുടെ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ, എൻ്റർ ചെയ്യുന്നതിന് മുന്നേ സൈഡിൽ വിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റേജിൽ രണ്ട് തട്ട് വെച്ചിട്ടുണ്ടാവില്ല, അതാണ് വിങ്സ്. അപ്പോൾ അത് ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ രംഗം, അതിന് എല്ലാത്തിനും അതിൻ്റെതായ പദങ്ങളുണ്ടല്ലോ, അതിൻ്റെ ടേംസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വിങ് ഇരിക്കുന്ന സ്ഥലത്തിന് അദ്ദേഹം ഭരതമുനി പേര് കൊടുത്തിരിക്കുന്നത് മത്തവിലാസിനി എന്നാണ്. അതായത് അവിടെയാണ് മത്ത് വരുന്നതെന്ന്. അതായത് ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നിങ്ങൾ പലപ്പോഴും സ്റ്റേജ് പെർഫോമൻസിനൊക്കെ മുന്നേ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിങ്സിൽ നിന്നിട്ട് അവരൊന്ന് വാമപ്പ് ചെയ്യും. ജസ്റ്റ് അതൊരു ട്രാൻസിഷൻ പോയിന്റ് ആണ്. അതിന് ഇപ്പുറത്ത് നിങ്ങൾ ആക്ടറും അതിൻ്റെ അപ്പുറത്ത് ക്യാരക്ടറും ആണല്ലോ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പോയിന്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് മത്ത് വരുന്നതാണ് ഭരതമുനിയും നാട്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു അവസ്ഥ, ഒരു ചെറിയൊരു ഹൈ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ചെറിയൊരു ഹൈ, നോർമൽ അല്ല, അതൊരു സ്ലൈറ്റ് അബ്നോർമാലിറ്റിയുടെ ഒരു സാധനമാണ്. ബിക്കോസ് നിങ്ങൾ കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് ഒരു ആക്ഷൻ ചെയ്യണം. ദാറ്റ് ഈസ് നോട്ട് യുവർ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്. നിങ്ങളത് ട്രെയിൻ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഹാൻഡ് ഐ മൈൻഡ് കോർഡിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി എൻ എക്സ്പീരിയൻസ്. സൈക്കഡലിക് എന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് ആക്ച്വലി എൻ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അനുഭവപ്പെടാറുണ്ട്, എനിക്ക് പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പെടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയൊരു നെഞ്ചിടിപ്പ് കൂടും, 2 ബീറ്റ് ഹാർട്ട്. കാരണം അത്രയും ഒരു ക്രൂഷ്യൽ സീനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയ സ്റ്റാർ നിൽക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറുന്നതിന് മുന്നേ പെട്ടെന്ന് ഷോട്ട് എടുത്ത് തീർക്കണം, ബ്രേക്ക് ചെയ്യേണ്ട ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പഠിച്ചവനെ നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ എന്നുള്ളൊരു പേടി വരുമല്ലോ. പിന്നെ എപ്പോഴും നമ്മൾ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ പറയൂലേ 1 more എന്ന് പറയുമ്പോൾ എന്ത് പറ്റി, അല്ല വേറെ കുഴപ്പമില്ല, നിങ്ങളുടെ പ്രശ്നമല്ല, ഫോക്കസ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അതൊരു സമാധാനം. അല്ലെങ്കിൽ നമ്മുടേതാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, എല്ലാ ആക്ടറും അത് സിനിമയിൽ അത് അനുഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫുൾ ഫ്രീ ആയിട്ട് ഫിയർലെസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമ്മുടെ സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസ് കാരണം ആ ഫ്ലൈറ്റ് കുറച്ച് കുറവാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് പൂർണ്ണമായിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പ്ലസ് ആക്ടിങ്ങിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഓഫ് ആർട്ടാണ് ആക്ടിങ്. ആക്ടിങ്ങിന് വലിയ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വരക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് വേണം, ചിത്രം മറ്റേ ഇത് വേണം, പെയിൻറ്റ് വേണം, ബ്രഷ് വേണം, വെക്കാൻ സ്ഥലം വേണം, എല്ലാം വേണം.
ഒരു ആക്ടറിന് അവൻ്റെ കല മാത്രം മതി. സോ എനി ടൈം യു ക്യാൻ പെർഫോം. ദാറ്റ്സ് ആൻഡ് എവറിബഡി ലൈക്സ് ഇറ്റ്. പീപ്പിൾ ലൈക്ക് ഇറ്റ് സംഭവം. പ്രാചീന കാലം തൊട്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണിത്. ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നത് കാണാൻ, പെർഫോം ചെയ്യുന്നത് കാണാൻ. സോ അതുകൊണ്ട് ആക്ടർ ഈസ് എ വെരി നോബിൾ ജോബ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്ക് ടു ബോളിവുഡ് ഒക്കെ പോകാനുള്ള പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ? ബോളിവുഡ് നമുക്ക് പ്ലാനില്ല. ഇൻഫാക്ട് അവിടെ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സാണ്. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് അതിൽ ബന്ധമുണ്ട്. ആൻഡ് ഐ വാച്ച് ഹിന്ദി സിനിമ എ ലോട്ട്. തമിഴിനേക്കാളും കൂടുതൽ ഞാൻ കാണുന്നത് തമിഴ് ഞാൻ കുറച്ച് കുറവാണ് കാണാൻ. കാരണം തമിഴ് എനിക്ക് അത്ര കേട്ടാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. തമിഴ് കാണുമ്പോൾ എനിക്ക് സബ് ടൈറ്റിലിൻ്റെ ആവശ്യമുണ്ട്. ചില വാക്കുകൾ മിസ്സായി കഴിഞ്ഞാൽ ടോട്ടൽ മനസ്സിലാവില്ല. പക്ഷേ ഹിന്ദി കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഹിന്ദി എനിക്ക് ടോട്ടലി ലൈക്ക് ഒരു സെക്കൻഡ് ലാംഗ്വേജ് പോലെയാണ്. അപ്പം ബോളിവുഡ് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും കാണുന്ന എനിക്കിഷ്ടമുള്ള മേഖല തന്നെയാണ്. പിന്നെ ഹിന്ദിയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോയി അഭിനയിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഇപ്പം അവരുമായിട്ട് ഇപ്പം ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പം ഉള്ളിൽ ആ ഒരു മേക്കർ കിടപ്പുണ്ടല്ലോ, ഒരു സീൻ കറക്റ്റ് അല്ല എന്ന് തോന്നി, പക്ഷേ എങ്കിലും അത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടോ? ഒരുപാട് ഇതുണ്ടാവും. ഓക്കെ, ഉള്ളിൽ നമ്മുടെ സ്വന്തം മേക്കറിൽ നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് നമുക്ക് ഒരുപാട്. പക്ഷെ നമ്മളത് പറയും, എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ അവരതിൻ്റെ വേറെ ലോജിക്ക് പറയുമ്പോഴേക്കും നമ്മൾ കൺവിൻസ് ആവും. പക്ഷെ ഞാൻ പിന്നെയും വിചാരിച്ചിട്ടുണ്ടേ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് തോന്നും. ഡയറക്ടർ ആയതുകൊണ്ടൊന്നുമല്ല, ഐ മീൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ടോ എന്ന് തോന്നുന്നല്ല. അത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നേ ഇത് നമ്മളിത് ചെയ്തിട്ട് ഇത് ശരിയാവും, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അത് ഒരു ഇൻഫീരിയോറിറ്റി നമുക്ക് തന്നെ തോന്നുന്നതായിരിക്കും ചിലപ്പോൾ. പക്ഷെ പല സ്ഥലത്തും നമ്മൾ അവർ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് അതുപോലെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഒരുപാട്. ഈ ഉണ്ടയിൽ ഈ തന്നെ ഈ ആ ബ്ലാസ്റ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഇലക്ഷനാണ്. ഞാൻ ലുക്കുമായിട്ട് അടിയായി. ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ മരിച്ചു എന്ന് വിചാരിച്ചെടുത്ത് തിരിച്ചു വന്നിട്ട് റിയലൈസേഷനിൽ നിൽക്കുക. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ അർഷദ് ഖാക്ക് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ലുക്കുവിൻ്റെ അടുത്ത് പോയിട്ട് എടാ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ ഇന്നലെ ഇല്ല, ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ ആളാണ്, ഇങ്ങനെ ഒരു കഥ പറയുന്നതാണ്. അപ്പം ഞാനത് രാവിലെ ഷൂട്ടിന് മുന്നേ ഞാൻ റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞ് അതായത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉടഞ്ഞു, എല്ലാം ഓക്കെ, എൻ്റെ ജാതി സ്പിരിറ്റൊക്കെ പോയി. അവനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കണം അവൻ എവിടെയെന്നാണ്, എല്ലാമാണ്. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒരു തരി ഹൈറാർക്കി ബാക്കി ഇരിപ്പുണ്ടാവുമല്ലോ. സത്യം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണ്ട, അവൻ ഇങ്ങോട്ട് വരട്ടെ. അളിയാ ഡ്രൈവറല്ല, ലുക്ക് ഇങ്ങോട്ട് വന്നിട്ട് അവൻ സാറേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയാം ഇന്നലെ ഞാൻ മരിച്ചു പോയടാ. അപ്പോൾ അത് ഞാൻ പറഞ്ഞൊരു സജഷനാണ്. അപ്പോൾ മറ്റേ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു കഥ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇതൊരു സിമ്പിളായിട്ട്, അതായത് അവൻ വന്നിട്ട് ഉണ്ണി സാറേ ഇന്നലെ എന്ന് പറയും, ഇന്നലെ ഞാൻ മരിച്ചു പോയടാ, ഒരു ചിരി. റഹ്മാൻ പറഞ്ഞത് ഓക്കെ അങ്ങനെ. അപ്പോൾ അത് ഒരു എനിക്ക് തോന്നിയതാണ്, അങ്ങനെ പറഞ്ഞാൽ പോരെ. അപ്പോൾ റഹ്മാൻ അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട്. റഹ്മാനൊക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് പറയാം, നമ്മുടെ ഫ്രണ്ടാണ്, അതൊക്കെയാണ്. മറ്റുള്ള ആൾക്കാർക്ക് പറയുന്ന സമയത്ത് ചെറിയൊരു വേറൊരു ടെക്നിക്കലൊക്കെ സംഭവം നമുക്കത് എല്ലാവരും പ്ലീസ് ചെയ്യണമല്ലോ ബേസിക്കലി. അവിടെ പോയിട്ട് ഈ സീൻ ശരിയല്ല, ഇത് മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോൾ അവരെ പിടിച്ച് പുറത്താക്കിയെന്ന് വെച്ചാൽ വേറെ ആൾക്കാരുടെ ഇഷ്ടം പോലെ. അപ്പോൾ അത്തരത്തിലും ചെയ്യാൻ പറ്റത്തില്ല. സോ സംവെയർ പിന്നെ ആൾക്കാർ നമ്മളെ കാണുന്ന രീതിയും അങ്ങനെയാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലുമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അങ്ങനെയൊക്കെയാ പറയാം. പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പറ്റുമോ? മറ്റുള്ളവരടുത്ത് പറയുന്ന പോലെ അല്ല, നമ്മുടെ അടുത്ത് പറയുമ്പോൾ അറിയാലോ ഇവിടെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണ്, പിന്നെ അറിയാലോ എന്നൊക്കെ പറയാം. ഓക്കെ ഓക്കെ അറിയാം, മനസ്സിലായി. ഓക്കെ, അടിപൊളി. അപ്പം അഭിരാമേട്ട ഇനി മുമ്പോട്ട് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആ ഫിലിം മേക്കറിനെ നമുക്ക് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ബോബി.